കായലിൻ്റെ തീരത്ത് ഇതുപോലെ ഇരുന്ന് ഊഞ്ഞാലാടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അടിപൊളിയാണ്. അഷ്ടമുടി കായലിൻ്റെ തീരത്തെ മനോഹരമായ ഒരു റിസോർട്ടാണ് കർമ്മലീസ്. ഒരു തെങ്ങിൻ തോപ്പിൻ്റെ നടുവിലാണ് ഈ റിസോർട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംബിയൻസ് ആണ്. ഞാനിന്ന് ഇവിടെ വന്നത് ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. റിസോർട്ട് ഓപ്പൺ ആയെങ്കിലും റെസ്റ്റോറൻറ്റ് ഇന്നാണ് ഓപ്പൺ ആവുന്നത്. ആ ഹട്ടിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വേറൊരു ഫീലാണ്. ഇന്നിവർ ബൊഫയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആഘോഷങ്ങളും സന്തോഷവും ഒക്കെ ആയിട്ട് ഇന്ന് അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് എൻ്റെ ഡിന്നർ. ഇന്ന് ഡിന്നർ കഴിക്കാനായിട്ട് കൊല്ലത്ത് ഒരുപാട് പേര് ഇവർ ക്ഷണിച്ചിട്ടുണ്ട്. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്തിന് വല്ലാത്തൊരു ഭംഗിയാണ്. ഇവിടെ വന്നിങ്ങനെ നോക്കിയിരുന്നാൽ സമയം പോകുന്നത് അറിയത്തേയില്ല. നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് കായലിലേക്ക് ഇതുപോലെ നോക്കി ഇങ്ങനെ ഇരിക്കാം. എന്ത് രസമാണെന്നറിയോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിന്നർ സ്റ്റാർട്ടായി. അപ്പോൾ നമുക്ക് ഡിന്നർ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒരുപാട് ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് മീൻ കറിയാണ് കേട്ടോ. തൊട്ടിപ്പുറത്ത് ഡാല് കറിയുണ്ട്. ഇവിടെ ലൈവായിട്ട് ന്യൂഡിൽസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് ഒരു വെള്ളയപ്പത്തിൻ്റെ കൗണ്ടറുണ്ട്. അവിടെ നല്ല ചൂട് വെള്ളയപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ആവശ്യക്കാർക്ക് എടുത്ത് കഴിക്കാം. പിന്നെ ഇത് ഇവരുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ ഇത് വെജിറ്റബിൾ കറി. അത് കഴിഞ്ഞാൽ ഇതാണ് ബീഫ് ഉലർത്തിയത്. അടുത്ത ഡിഷ് ഇതാണ് കേട്ടോ, ചിക്കൻ ചില്ലി. ഇത് പുലാവാണ് കേട്ടോ. പറയാനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. സൂപ്പും ചിക്കൻ കറിയും അതുപോലെ തന്നെ കപ്പയും ഒക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ പുട്ടിങ്ങും ഫ്രൂട്ട്സും സാലഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് സൂപ്പും മറ്റുമൊക്കെ വാങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് കായലിൻ്റെ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ചുപേർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തിൻ്റെ ഒരുപാട് സ്പെഷ്യൽ ഡിഷുകൾ ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇന്നത്തെ മെനുവിൽ അവരധികം ഉൾപ്പെടുത്തിയിട്ടില്ല. ഭക്ഷണവും കഴിക്കാം, നല്ല പ്രോഗ്രാമുകളും കാണാം. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല നൃത്തവും പാട്ടും ഡാൻസും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സീ ഫുഡിൽ ഇവർക്ക് ഒരുപാട് വ്യത്യസ്തമായ ഡിഷുകളുണ്ട് കേട്ടോ. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം ഇവിടുത്തെ ഫുഡാണ് കേട്ടോ. ട്രഡീഷണൽ കൊല്ലം ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷെഫുമാരാണ് ഇവിടെ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ഫാമിലി ഫംഗ്ഷൻസും വെഡ്ഡിങ്ങും ഒക്കെ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോൾ നല്ല വിശപ്പായി. ഇനി കാത്തിരിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചേ പറ്റൂ. ആദ്യം അവരുടെ സൂപ്പ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. സൂപ്പിന് വലിയൊരു വാവ് ഫീലൊന്നുമില്ല, നോർമലാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കപ്പയും മീൻ കറിയും. അതിലെ മീൻ കറി വേറെ ലെവലാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് കപ്പയും, നല്ല വെണ്ണ പോലത്തെ കപ്പ. അത് കഴിഞ്ഞ് പുലാവും ബീഫ് ഉലർത്തിയതും ചിക്കൻ ഫ്രൈയും കുറച്ച് വെജിറ്റബിൾ കറിയും ഒക്കെ കൂടി എടുത്തിട്ട് കഴിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് അവർ ചെയ്യേണ്ടിയിരുന്നത് ഇവരുടെ കുറേ ട്രഡീഷണൽ ഫുഡായിരുന്നു. പക്ഷെ ഭക്ഷണമെല്ലാം അടിപൊളിയാട്ടോ. സാധാരണ റിസോർട്ടുകളിൽ പോയി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫുഡ് ഉണ്ടല്ലോ, അത് ഈ ഫുഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഫുഡൊന്ന് കഴിക്കട്ടെ. ജോലി തിരക്കുകൾക്കിടയിൽ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ഒന്ന് ഇവിടെ വന്നാൽ മതി. ഈ കായലിൻ്റെ തീരത്ത് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അത് തന്നെ വലിയൊരു അനുഭവമാണ്.